ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വർദ്ധിച്ചുവരുന്ന വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള ഏകമാർഗം വിമാനങ്ങളുടെ എണ്ണവും അതുവഴി സീറ്റുകളുടെ എണ്ണവും കൂട്ടുന്നതാണെന്ന് ഇന്ത്യയിലെ UAE സ്ഥാനപതി ഡോക്ടർ അബ്ദുൽ നാസർ അൽ ഷാലി അറിയിച്ചു. യാത്രക്കാരുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ഇന്ത്യയ്ക്കും UAEക്കുമിടയിലുള്ള വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അല്ലാത്തപക്ഷം വിമാന ടിക്കറ്റ് നിരക്ക് ഉയരുന്നത് തുടരുമെന്നും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ നടന്ന UAE ഇന്ത്യ ഫൗണ്ടേഴ്സ് റിട്രീറ്റിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു. ക്രിസ്മസും പുതുവർഷവും പ്രമാണിച്ച് പതിവ് പോലെ വിമാന ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ട്. ഇതിനുള്ള ശാശ്വത പരിഹാരം വിമാനങ്ങളുടെ എണ്ണം കൂട്ടുക എന്നത് മാത്രമാണെന്ന് UAEയിലെ വിവിധ ട്രാവൽ ഏജൻസി പ്രതിനിധികളും അറിയിച്ചു. അടുത്ത ജൂണിൽ UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചേക്കാം. എന്നാൽ 200 സീറ്റുള്ള ഒരു വിമാനത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുക ആദ്യം ബുക്ക് ചെയ്യുന്ന 30 പേർക്കായിരിക്കും. ജൂൺ മാസത്തോടെ നിരക്ക് 4 ഇരട്ടി വരെ ഉയരും. നിരക്കുകൾ ഇപ്പോൾ തന്നെ അതത് പ്രൈസിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ 2-3 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തുവെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. സീസൺ അല്ലാത്തപ്പോൾ വില കുറച്ചും നഷ്ടത്തിലും പറക്കുന്ന വിമാനങ്ങൾ തിരക്കുള്ള സമയങ്ങളിലാണ് ലാഭമെടുക്കുക. അതൊരു വാണിജ്യ നയമാണെന്നും കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഗൾഫിനും ഇന്ത്യക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന യാത്രക്കാർക്ക് ആനുപാതികമായി കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെന്നും മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. UAEയിലെ ഇന്നത്തെ കാലാവസ്ഥാ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടു. പകൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും. എന്നാൽ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിലും ദ്വീപുകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ പകൽ സമയത്ത് പൊടിപടലങ്ങൾ ഉയരാം. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ ദൃശ്യപരത കുറയും. ഈ കാരണത്താൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ റെഡ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. രാജ്യത്ത് താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിലും ദുബൈയിലും ഇന്ന് 28 ഡിഗ്രി സെൽഷ്യസായി ഉയരും. എങ്കിലും അബുദാബിയിൽ 17 ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ 19 ഡിഗ്രി സെൽഷ്യസും ആന്തരിക പ്രദേശങ്ങളിൽ 8 ഡിഗ്രി സെൽഷ്യസും വരെ താപനില കുറയാം. ഇന്ന് രാത്രിയും വ്യാഴാഴ്ച രാവിലെയും അന്തരീക്ഷം ഈർപ്പമുള്ളതായിരിക്കും. ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടലിലെ അവസ്ഥ നേരിയതോ മിതമായതോ ആയിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ചരിത്ര സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം കുവൈറ്റിലെത്തും. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി മോദി ചർച്ച നടത്തും. കുവൈറ്റിലെ വ്യവസായ പ്രമുഖരെയും കാണും. ഹവല്ലി ഗവർണറേറ്റിലെ ബൊളിവിയാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. തൊഴിലാളി ക്യാമ്പ് സന്ദർശിക്കാനും പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷം GCCയിൽ മോദി സന്ദർശിക്കാത്ത ഏകരാജ്യം കൂടിയാണ് കുവൈറ്റ്. കഴിഞ്ഞയാഴ്ച ഡൽഹിയിലെത്തിയ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യ കുവൈറ്റ് സന്ദർശിക്കാനുള്ള ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയിരുന്നു. ക്ഷണം സ്വീകരിച്ച പ്രധാനമന്ത്രി എത്രയും വേഗം കുവൈറ്റ് സന്ദർശിക്കുമെന്നും അറിയിച്ചു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന 79ാമത് UN ജനറൽ അസംബ്ലിയോടനുബന്ധിച്ച് കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UAE തണുപ്പ് കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ശൈത്യകാല ടെന്റുകളും ബാർബിക്യൂകളുമായി ആസ്വദിക്കാനുള്ള ഒരുക്കത്തിലാണ് UAEയിലെ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടുന്ന താമസക്കാർ. പ്രാദേശിക പാർക്കുകളിലും തടാകങ്ങളിലും ബീച്ചുകളിലും രാത്രി ചെലവഴിച്ച് ബാർബിക്യൂകൾ സ്ഥാപിക്കുന്നതാണ് പതിവ് രീതി. എന്നാൽ ഗ്രിൽഡ് ചിക്കനുകളും മറ്റും ഉണ്ടാക്കുന്നതിനുള്ള അടുപ്പുകൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധയോടെ വേണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ബാർബിക്യൂവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഓരോ എമിറേറ്റിനും വ്യത്യസ്തമാണ്. എങ്കിലും UAEയിലുടനീളം പൊതു പാർക്കുകൾ സാധാരണയായി ബാർബിക്യൂ ചെയ്യുന്നതിനായി പ്രത്യേക സോണുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത്തരം നിയുക്ത സ്ഥലങ്ങളിൽ മാത്രമേ അടുപ്പുകൾ കൂട്ടാവൂ എന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശുചിത്വം നിലനിർത്തുന്നതിനും പരിസ്ഥിതിയെയും പ്രാദേശിക വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്.
ബാർബിക്യൂ ആസൂത്രണം ചെയ്യുമ്പോൾ പൊതുപാർക്കുകളിലെ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അബുദാബി, ദുബൈ, ഷാർജ എന്നിവിടങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ ബാർബിക്യൂ ചെയ്യാനും ഗ്രില്ലിങ്ങിനും അനുവദനീയമായ പ്രത്യേക പ്രദേശങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങൾ ബാർബിക്യൂ ചെയ്ത് ഈ നിയമം ലംഘിച്ചാൽ 500 ദിർഹം പിഴ ലഭിക്കും. എന്ന് മാത്രമല്ല, ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ശുചിത്വം പാലിക്കലും പ്രധാനമാണ്. പൊതുപാർക്കുകൾ, ബീച്ചുകൾ, തടാകങ്ങൾ എന്നിവിടങ്ങളിൽ നൽകിയിരിക്കുന്ന ബിന്നുകളിൽ മാത്രമേ മാലിന്യങ്ങൾ നിക്ഷേപിക്കാവൂ. ദുബൈയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നിയുക്തമാക്കിയ സ്ഥലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് എമിറേറ്റ്സിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രമേയമനുസരിച്ച് 1000 ദിർഹം പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. പൊതുപാർക്കുകളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ മാലിന്യങ്ങളിലൊന്നാണ് ബാർബിക്യൂവിനായി ഉപയോഗിച്ച കറിയുടെ ചാരം. ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്കും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതിനാൽ ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ച കരിയിലെ തീ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കണം. ഒമാൻ പ്രവാസികൾക്ക് സന്തോഷവാർത്ത. വാട്സാപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്കുൾപ്പെടെ ഓഡിയോ, വീഡിയോ കോളുകൾ ചെയ്യാൻ അവസരമൊരുങ്ങുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് കോളുകൾ രാജ്യത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ സഹായമില്ലാതെ തന്നെ വാട്സാപ്പ് ഉപയോഗിച്ച് നേരിട്ട് കോളുകൾ ചെയ്യാനാണ് ഇതോടെ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. വാട്സാപ്പിലെ കോൾ നിയന്ത്രണങ്ങൾ നീങ്ങിയ കാര്യം സാമൂഹിക മാധ്യമങ്ങളിലും വൈറലാണ്. വാട്സാപ്പ് പോലുള്ള വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങളിൽ രാജ്യത്ത് ദീർഘകാലമായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും മാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ടു. നാട്ടിലേക്ക് വാട്സാപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ കോളുകൾ ചെയ്യാൻ ലഭിച്ച സൗകര്യത്തിൽ പ്രവാസികളും വലിയ ആവേശത്തിലാണ്. കൂടുതൽ ചെലവില്ലാതെ ഇന്റർനെറ്റിന്റെ മാത്രം സഹായത്തോടെ ദൂരപ്രദേശങ്ങളിൽ ഉള്ളവരുമായി ആശയവിനിമയം നടത്താൻ ഇത് ഏറെ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ വാട്സാപ്പ് കോളുകൾ പ്രവർത്തിച്ചതായും അവർ അറിയിച്ചു. അതേസമയം വാട്സാപ്പ് കോളുകൾ അനുവദിക്കപ്പെട്ടതിനെക്കുറിച്ച് വ്യാപകമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഒമാനിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഈ സൗകര്യം പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയിൽ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ പുതിയ മാറ്റം ഒരു സ്ഥിരമായ സംവിധാനമാണോ അതോ താൽക്കാലിക സാങ്കേതിക പരിഷ്കാരത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം വ്യക്തമല്ല. എങ്കിലും സ്വദേശികളും പ്രവാസികളും ഈ സൗകര്യത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ അനുമതി നിയന്ത്രണമില്ലാതെ തുടരുമെന്ന പ്രതീക്ഷയിലാണിവർ. UAE ഉൾപ്പെടെ മേഖലയിലെ മറ്റ് ചില രാജ്യങ്ങളിൽ വാട്സാപ്പ് കോളുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ ആശയവിനിമയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ സംവിധാനങ്ങൾ അനുവദിക്കുന്നതിലേക്കുള്ള ഒമാൻ അധികൃതരുടെ ചുവടുമാറ്റത്തിന്റെ സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.